മാർക്കറ്റിലുള്ള പ്രമുഖ ആപ്പുകളെല്ലാം 40% കമ്മീഷനാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്നത്. അതിൻ്റെ കൂടെ ഡെലിവറി ചാർജ്, ടാക്സ്, ഇതെല്ലാം പ്ലാറ്റ്ഫോം ഫീ അതെല്ലാം ചേർത്തിട്ട് വരാൻ നേരത്തൊരു എമൗണ്ട് വരും. 100 രൂപയുടെ ബിരിയാണി ആണെങ്കിൽ അത്യാവശ്യം വലിയ അറിവില്ല ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? 100 + 40% 140 രൂപയാണ് അവൻ ആപ്പിലിടുന്നത്. പക്ഷേ ഈ 140 രൂപ -40% ആണ് ഈ ആപ്പുകൾ എടുക്കുന്നത്. അപ്പൊ ശരിക്കും 100 രൂപ കിട്ടില്ല ഈ ഹോട്ടൽ ഉടമയ്ക്ക്. കിട്ടത്തില്ല. 140-ൽ നിന്ന് 40% കുറഞ്ഞു പോയാൽ എത്ര രൂപ കിട്ടും? 84 രൂപയെ കിട്ടുള്ളൂ. ഒരു ഹോട്ടലുകാരന് 100 രൂപ സാധനം വിറ്റാൽ 16 രൂപ കുറച്ചേ കിട്ടുന്നത്. ഒരു 1000 രൂപ ബൾക്കായിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എത്ര രൂപ പോകുന്നതെന്ന് പോലും കടക്കാരന് അറിയാൻ പറ്റുന്നില്ല. 60% കൂട്ടിയിട്ടാലേ 96 രൂപയെങ്കിലും കിട്ടുള്ളൂ. കസ്റ്റമർ എന്തൊക്കെ സഹിക്കണം? ഈ 60% കൂട്ടിയിട്ടതിന്റെ വില സഹിക്കണം, പ്ലാറ്റ്ഫോം ഫീ സഹിക്കണം, പ്ലാറ്റ്ഫോം ഫീയുടെ ടാക്സ് സഹിക്കണം, പാക്കിംഗ് ചാർജ് സഹിക്കണം, ഡെലിവറി ചാർജ് സഹിക്കണം. അതായത് 100 രൂപയുടെ സാധനത്തിന് നമ്മൾ ആപ്പ് വഴി വാങ്ങുമ്പോൾ 210 രൂപ നമ്മൾ കൊടുക്കണം.